ഞാനേ ചെറിയൊരു യാത്ര പോവാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബാംഗ്ലൂർക്ക് ഒരു എക്സാം ഉണ്ട്. അതൊന്ന് എഴുതി 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. ഡിഗ്രി കഴിഞ്ഞപ്പം അതോടെ തീർന്നല്ലോ എന്ന് ആശ്വസിച്ച എനിക്ക് കിട്ടിയ 8ന്റെ പണിയായിരുന്നു ജോലിക്ക് കയറിയ ശേഷമുള്ള എക്സാംസ്. ഇതിപ്പോ കൊല്ലത്തിൽ മിനിമം 3എങ്കിലും എഴുതുന്നുണ്ട്. ആൻഡ് എല്ലാ എക്സാം തന്നെ ഒരു 80% എബോ മാർക്ക് ഉണ്ടെങ്കിലേ പാസ്സാവാൻ ഒക്കും. എന്താ അല്ലേ? പക്ഷെ ഇപ്പൊ ഞാനീ പോകുന്നത് എന്റെ മാത്രം കഴിവുകേട് കൊണ്ടാണെന്ന് പറയാനോ? ഓൺലൈനായിട്ട് 2 ചാൻസ് കിട്ടിയതായിരുന്നു. ദോഷം പറയരുതല്ലോ, രണ്ടിലും ഞാൻ പൊട്ടി. അതോടെ 2 ദിവസത്തെ ക്ലാസ് തരും, അതി പാസ്സായിരിക്കണം എന്ന കമ്പനിയുടെ ഒരൊറ്റ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടു. ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എങ്ങനെ പറ്റില്ല എന്ന് പറയാ? ഒന്നുമില്ലേ, ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും നല്ലൊരു ഹോട്ടലിൽ സ്റ്റേ ആൻഡ് ഫുഡും തരുന്നില്ലേ? മാസം കിട്ടുന്ന സാലറിക്ക് പുറമെയാണിതെന്ന് ഓർക്കണം. ഞാൻ എൻ്റെ വണ്ടി ഒരു മൂലയിൽ സേഫായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുന്നവരെ അങ്ങനെ തന്നെ കാണുന്നു പ്രതീക്ഷിക്കുക. ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന 5-6 ഗോയറുകളിൽ ഇപ്പൊ 2 മാത്രമേ ബാക്കി കാണുന്നുള്ളൂ. ഇവയോ അവയെപ്പോലെ എന്നേലും പറന്നു പോകുമായിരിക്കാം. 5 വർഷം മുന്നേ ഇതുപോലൊരു ATRലായിരുന്നു എൻ്റെ ആദ്യ ഫ്ലൈറ്റ് യാത്ര. കണ്ണൂർ ടു കോളേജിൽ നിന്നുള്ള എയർ ടൂർ ആയിരുന്നു. ഏവിയേഷൻ പഠിച്ചതിൽ എനിക്കാകെ വെറുതായിട്ട് തോന്നിയത് ആ ട്രിപ്പായിരുന്നു. പോസ്റ്റ് പാക്കേജിൽ അങ്ങനെ ഒരു ട്രിപ്പ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നേ. പക്ഷെ അതാകുമായിരുന്നില്ല എൻ്റെ ആദ്യ ഫ്ലൈറ്റ് യാത്ര. ഞാൻ എൻ്റെ സീറ്റിലൊന്ന് സെറ്റിലായപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിച്ചത്. ടിഷ്യൂ പേപ്പറൊക്കെ എന്തിനാണാവോ അവിടെ തിരികെ വെച്ചേക്കുന്നത് എന്നോർത്ത് തീരുമ്പം എനിക്കതിനുള്ള ഉത്തരം കിട്ടി. എന്തേലും ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ലീക്കേജ് ആവാം. ക്രൂവിനോട് പറഞ്ഞപ്പോ ഇവിടെയും കുറച്ച് ടിഷ്യൂ പേപ്പർ തിരികെ വെച്ചു. ഇന്ന് പറയത്തക്ക ടർബുലൻസ് ഒന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഭയങ്കര തലവേദന അനുഭവപ്പെടുന്നു. നേരെ ഉച്ചയായി. ഫുഡൊന്നും കഴിക്കാഞ്ഞിട്ടാണോ ആവോ? രാവിലെ ഒരു മാഗി മാത്രമേ അയച്ചിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അവിടെ എത്തിയാലേ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റും. ടിക്കറ്റില് സർവീസസ് ഒന്നും ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ബാംഗ്ലൂരിലെത്തി. ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ ഒരാശ്വാസം. ഇനി എത്രയും പെട്ടെന്ന് റൂമിൽ കയറിയിട്ട് വേണം ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ. നല്ല ക്ഷീണമുണ്ടേ. നന്നായി ഉറങ്ങിയ നന്നായി പഠിക്കാം എന്നാണല്ലോ ശാസ്ത്രം.